സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങ. ബാക്കി വെക്കാതെ കഴിക്കണേ. നില, അമ്മ പോയിക്കോട്ടെ. ആ പയ്യനോട് സംസാരിച്ചിട്ട് പോവാമ്മേ. അമ്മയ്ക്ക് വൈകുന്നുണ്ട് മോളെ. ഇത് നമുക്ക് നാളെ വന്ന് സംസാരിക്കാം. അതുപോരെ, ഇന്ന് സംസാരിക്കണ്ട. ഓക്കെ? അങ്ങനെയാണോ? എന്ത് സങ്കടായത്? ഇനി ഫ്രണ്ട് ആവുന്നതിന്റെ ഇടയില് അവൻ എന്തൊക്കെ കുർത്തക്കേട് കാണിക്കുന്ന അറിയില്ലമ്മേ. അങ്ങനെ ഒന്നും കാണിക്കില്ല, പേടിക്കണ്ട കേട്ടോ. അങ്ങനെ എന്തെങ്കിലും അവൻ ചെയ്താ എന്റെ അമ്മയോട് പറയുന്നു പറഞ്ഞ് പേടിപ്പിച്ചു വിട്ടേക്ക്. ഞാൻ വൈകിട്ട് വന്ന് സംസാരിച്ചോളാം. ഓക്കെ അല്ലേ? ശരി അമ്മേ. ശരി, ശ്രദ്ധിച്ചു പോണേ. അച്ഛൻ വൈകിട്ട് വന്ന് നിന്നെ വിളിച്ചോളാം കേട്ടോ. വൈകുന്നേരം ആവോ? പിന്നല്ലാതെ, ഇപ്പൊ തന്നെയാ. എന്റെ ഫീലിങ്സ് ആര് മനസ്സിലാക്കാനാ? ഞാൻ പോവാ. ആരെ കാണണ്ടെന്ന് വിചാരിച്ചോ? അവളെ കണ്ണിന് മുമ്പില്. കവിൻ, ഇവിടെ വാ. നടക്കുമ്പോ പോലും ഞാനായിരിക്കണം ഫസ്റ്റ്. ഞാനതിന് എവിടെ നടന്നത്? ഞാൻ നിന്നെ നോക്കി നിൽക്കുവായിരുന്നില്ലേ? കവിൻ, നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആവാം. എപ്പോഴും എന്നെ നോക്കി കണ്ണുരുട്ടാതെ. എന്റെ ഫ്രണ്ട് ആവണമെങ്കിൽ നിനക്ക് ചില ക്വാളിഫിക്കേഷൻസ് വേണം. അത് കുറച്ച് കുറവുണ്ട്. എന്നെ പോലെ നിനക്ക് ഡ്രോയിങ് വരക്കാൻ അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ ഫ്രണ്ട് ആവാ? ആദ്യം നന്നായി ഡ്രോയിങ് വരക്കാൻ പഠിക്ക്, പിന്നെ നമുക്ക് സംസാരിക്കാം. കവിൻ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. നോ, നെവർ, നോട്ട് അറ്റ് ഓൾ. ഏയ് കവിൻ, നിക്കാനല്ലേ പറഞ്ഞത്? അയ്യോ, ഇവൻ എന്തൊരു സ്വഭാവം ഇത്. ബിജി, എന്തുണ്ടടി വിശേഷങ്ങള്? നിന്നെ കണ്ടിട്ട് എത്ര വർഷമായെന്ന് ഓർമ്മയുണ്ടോ? ഏയ് കമല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നിന്നെ കാണുന്നു ഞാൻ വിചാരിച്ചതേയില്ല. ഞാനും നിന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലടി. ഞാൻ ഈ കടയിലാ ജോലി ചെയ്യുന്നത്. ചേച്ചി, ഈ കസ്റ്റമറെ ഒന്ന് നോക്കൂ, ഞാൻ ഇപ്പൊ വരാം. വാ. ഏയ് കമല. അല്ല, നീ തേക്കടിയിലല്ലേ ഉണ്ടായിരുന്നത്? ഇപ്പൊ എങ്ങനെയാടി ഇവിടെ എത്തിയത്? ഈ നാട്ടിലേക്ക് ഇനി ഒരിക്കലും വരില്ലെന്ന് പറഞ്ഞവളല്ലേ നീ? അതെ കമല, എനിക്ക് ഈ നാട്ടിലേക്ക് വരാൻ യാതൊരു താല്പര്യമില്ല. എന്നാ എന്റെ മോള് നിലയ്ക്ക് വേണ്ടിയാ ഞാൻ വന്നത്. ഓ, അങ്ങനെയാണോ? മോളുടെ പേര് നിലാന്നാ? സൂപ്പർ ആയിട്ടുണ്ട്. അല്ല, നിന്റെ മോൻ എന്തേടി? നിനക്ക് ടിൻസ് ആയിരുന്നില്ലേ? മോനും മോളും ഒരേപോലെ ആയിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടടി? വിജി, എന്താ ഉണ്ടായേ? ഇപ്പൊ എന്റെ കൂടെയുള്ളത് മോള് മാത്രം, മോനില്ല. എന്താടി ഉണ്ടായേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
തേടി ഈശ്വരനെ സാക്ഷിയാക്കി ഞാൻ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. എന്താടി നീ പറയുന്നേ? ഛേ, ആ ദൈവത്തിന് കണ്ണില്ലാതായോടി. എന്നാലും നിന്റെ ഒരു ആൺകുഞ്ഞിനെയല്ലേ ദൈവം തിരിച്ചെടുത്തത്. എന്റെ ദേവി, നീ എങ്ങനെയാ ഇതൊക്കെ സഹിക്കുന്നേ? ഇതിനു വേണ്ടിയാണോ നീ ഇത്രയും കഷ്ടപ്പെട്ട് വിക്രമന്റെ കയ്യിൽ നിന്ന് 2 കുഞ്ഞുങ്ങളെയും കോടതിയിൽ കേസ് നടത്തി വാങ്ങിയത്? നോക്ക്, കോടതിയിൽ കേസ് കൊടുത്ത് എന്റെ മക്കളെ എന്നിന്ന് അകറ്റിയല്ലേ? നീ ജയിച്ചു എന്നുള്ള അഹങ്കാരമായിരിക്കും നിനക്ക്. നീ ഇപ്പൊ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ 2 കുട്ടികളില്ലേ, ലീഗലായിട്ട് നീ സ്വന്തമാക്കിയിട്ടുണ്ടാവാം. എന്നാൽ നിന്റെ കയ്യിൽ നിന്ന് എത്രയും വേഗം ഈ കുട്ടികളെ ഞാൻ സ്വന്തമാക്കിയിരിക്കൂടി. എനിക്കെന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ? നിന്നെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോയതാ. എന്റെ കുട്ടികളെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവൂടി. ഈ 2 കുട്ടികളും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പോകുന്നത് അച്ഛനായി എന്നെ തന്നെയായിരിക്കും. നിന്നെ കൊണ്ട് ഈ കുരുന്നുകളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റില്ല. അത് നീ പറയണ്ട. ഇത് 10 മാസം ചുമന്നു പറ്റ എന്റെ കുട്ടികളാ. ഇവരെ എങ്ങനെ വളർത്തണ്ടേന്ന് എനിക്കറിയാം. ചെറിയൊരു തിരുത്തുണ്ട്. ഈ 2 കുഞ്ഞുങ്ങൾക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്മയായ ഞാൻ മാത്രമായിരിക്കും. നിന്റെ ശ്വാസം പോലും എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കൊള്ളരുത്. വിജി, നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ എനിക്ക് തന്നെ മനസ്സിന് വല്ലാത്ത കഷ്ടം തോന്നുക. പോട്ടടി, സാരമില്ല. നിനക്ക് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു മോളുള്ളപ്പോ പഴയ കാര്യങ്ങളൊക്കെ മറന്ന് അവൾക്ക് വേണ്ടിയല്ലേ നീ ഇനി ജീവിക്കേണ്ടത്. നമുക്കിഷ്ടപ്പെടുന്നതല്ലല്ലോ സംഭവിക്കുന്നത്. എന്റെ എല്ലാം എന്റെ മോള് നിലയാ. അവളല്ലാതെ എനിക്ക് ലോകത്ത് വേറെ ആരുമില്ല.